അപ്പോൾ ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആനിമിയൂർ. അപ്പം ഐ ആം ബാക്ക്. നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് ലാസ്റ്റ് നമ്മൾ നിർത്തിയത്. നമ്മൾ നെതറിപ്പോയി ആ ബ്ലേസ് റോഡ് കണ്ടുപിടിച്ചായിരുന്നു. അപ്പം അതും കൊണ്ട് ഞാൻ ബേസ് വന്നിട്ടുണ്ട്. പിന്നെ ഗൈസ്, നമ്മൾ ഡ്രാഗനെ എന്തായാലും ഇപ്പോഴേ കൊല്ലുന്നില്ല. അപ്പം കുറച്ചുകൂടെ ഒരു OP ആർമറൊക്കെ ആകട്ടെ. അപ്പം ഇപ്പം എൻ്റെ കയ്യിൽ ആർമർ പോലും ഇല്ല. അപ്പം അതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവന്മാരുടെ കയ്യിൽ നിന്ന് ബുക്സ് മേടിക്കണമെങ്കിൽ എമറാൾഡ് വേണം. അപ്പോൾ ഈ ഫ്ലെച്ചേഴ്സിൻ്റെ കയ്യിൽ മറ്റേ സ്റ്റിക്ക് കൊണ്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ട്രേഡ് ചെയ്ത് കുറച്ച് എമറാൾഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, കുറച്ച് നേരം ഞാൻ ആ സ്റ്റിക്കൊക്കെ കൊണ്ട് ട്രേഡ് ചെയ്ത് കുറച്ച് എമറാൾഡ് ഒപ്പിച്ചിട്ടുണ്ട്. 1 സ്റ്റാക്ക് ആകാറായി. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഡയമണ്ടിന് ഞാൻ മറ്റേ ആർബർ സെറ്റ് ചെയ്തു. ഇനി ബാക്കി മറ്റേ 2 ഡയമണ്ട് എന്തേ ഉള്ളൂ, 2 ഉള്ളൂ. ഇതിനകത്ത് ഓൾറെഡി 18 എമറാൾഡ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ബൈ ദ വേ ഗൈസ്, ഞാൻ എന്തിനാണ് ഈ സ്റ്റിക്കൊക്കെ വെറുതെ കൊണ്ട് ട്രേഡ് ചെയ്യുന്നത്? ഭയങ്കര മെനക്കേടാണ്. എന്നുവെച്ചാൽ ഈ എമറാൾഡ് കിട്ടണമെങ്കിൽ എനിക്കൊരു അയൺ ഫാം ഉണ്ടാക്കിയാൽ പോരെ. സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഗെയിമിൽ ഉണ്ടാക്കേണ്ട കാര്യമായിരുന്നു. ഇതുവരെ അയൺ ഫാം ഇല്ല എനിക്ക്. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ വില്ലേജർ ബ്രീഡർ അത്രയ്ക്ക് എഫിഷ്യൻ്റ് അല്ല. അത് നമ്മൾ എത്ര ബെഡ് വെക്കുന്നതിനനുസരിച്ചാണ് ഇപ്പോൾ വില്ലേജസ് വരുന്നത്. അതുകൊണ്ട് ഞാൻ അതൊന്ന് തട്ടിക്കൂട്ടി ഒരു വില്ലേജർ ബ്രീഡർ സെറ്റ് ചെയ്യാൻ വിചാരിച്ച്. ആ ഒരു ബ്രീഡർ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചൊരു അയൺ ഫാം ഉണ്ടാക്കാം ഈ വില്ലേജസിനെ വെച്ച്. അപ്പം അയൺ ട്രേഡ് ചെയ്ത് നമുക്ക് എമറാൾഡ് ആക്കാം. അത് വെച്ച് നമുക്ക് ഈ എൻചാൻറ്റഡ് ബുക്സും നമുക്ക് ആർമർ ടൂൾസ് എല്ലാം മേടിക്കാം. ഈ വില്ലേജർ ബ്രീഡർ നമുക്കൊന്നുകൂടെ പൊട്ടിച്ചിട്ട് പുതിയൊരെണ്ണം ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, ഈ വില്ലേജർ ബ്രീഡർ എൻ്റെ ഐഡിയ അല്ല, ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഞാൻ യൂട്യൂബിൽ കണ്ടാണ്. ഞാൻ ഇത് മറ്റേ എൻ്റെ വേറൊരു വേൾഡിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അതിനകത്ത് എഫിഷ്യൻ്റായിട്ട് വർക്കാവും. അപ്പോൾ ഇതിലും വർക്കാകേണ്ടതാണല്ലോ. അപ്പോൾ ഗൈസ്, ഇതാണിത് നമ്മുടെ ഇപ്പോഴത്തെ വില്ലേജർ ബ്രീഡർ. നമുക്ക് ട്രാപ്പ് ഡോർ വേണം. ഇവിടെ ഫുള്ള് ക്ലോസ് ചെയ്തേക്കാം. ട്രാപ്പ് ഡോർ 2 ട്രാപ്പ് ഡോർ, അത് 2 വേണം. ഇവിടെ അടച്ച് ഇവിടുന്ന് ഒരു 3 ബെഡ് എടുത്തേക്കാം. അപ്പോൾ ഗൈസ്, ഈ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള വില്ലേജർ ബ്രീഡർ നമുക്കിത് പകുതിയിൽ നിന്ന് അങ്ങോട്ടാക്കണം. വെച്ചാൽ ഈ 2 വില്ലേജറിന് അപ്പുറം സൈഡിലോട്ട് തട്ടണം. ഇത് ഫുള്ള് നമുക്ക് പകുതിയിൽ നോക്കണം. ഇവന്മാരെന്താ ഓടിക്കുന്നത്? ഇപ്പുറത്ത് ഓടാം. ഇവന്മാർ ഇനി എങ്ങനെ ഇപ്പുറത്ത് കൊണ്ടുവരും? ഇത് പൊട്ടിച്ചാൽ മതിയാ? ഒരു തമ്പി മറ്റേ എന്നോടെ നീ ഇവിടെ പോടാ. അപ്പോൾ അവന് പോയി. അപ്പോൾ എളുപ്പം ഇങ്ങനെ ബ്ലോക്ക് വെച്ചാൽ ഇതൊക്കെ ഇവനിത് വിഷയമാണല്ലോ. മാറിയില്ല. ഞാൻ എന്തായാലും പോയി പൊട്ടി വെക്ക് അത്രേ ഉള്ളൂ. അപ്പം നമ്മളിത് ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. ഇവന്മാർ 2 പേരും ഇവന്മാർക്ക് ഫാം ചെയ്യാനുള്ള സ്ഥലം അതാണ്. അപ്പം നമ്മുടെ വില്ലേജസ് ഇവിടെ നിൽക്കും. ഇപ്പം ഇങ്ങനെ മണ്ടയ്ക്ക് കയറി. ഞാൻ ബ്ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലല്ലോ. ഓ, കമ്പോസ്റ്റർ ഇരിപ്പുണ്ട്. ഇപ്പോൾ 3 ബ്ലോക്കൊക്കെ ഉണ്ട്. ചാടിപ്പോ. ഓക്കെ, സെറ്റ്. 3 ബ്ലോക്ക് നമുക്ക് ഇവിടെ കൂടെ. ഓക്കെ സെറ്റ്. 3 ബ്ലോക്ക് അല്ലെന്നാണ് എൻ്റെ വിശ്വാസം. വലുതായിപ്പോയാ. ഇപ്പം എന്തായാലും ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി അല്ലെങ്കിൽ നമുക്ക് പൊട്ടിച്ചളയാം. ഇനി നമുക്ക് ഇപ്പുറ സൈഡിലുള്ള ഈ ക്രോപ്സ് ഫുള്ളൊന്ന് പൊട്ടിച്ചളയണം. അപ്പോൾ ഈ ക്രോപ്സിൻ്റെ ആവശ്യം ഇനി ഇല്ല ഇവിടെ. അപ്പോൾ ഇത് ഫുള്ളും പൊട്ടിച്ചിടുക. ഇത് അമ്മമാർ ബ്രീഡ് ചെയ്യണമെങ്കിൽ എന്തായാലും ഫുഡ് വേണം. അപ്പം ഫുഡിന് ഇതിട്ട് എടുത്താൽ മതി. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ പൊട്ടറ്റോ ആയിരുന്നു തോന്നുന്നു. വന്നിട്ട് സാധാരണ ക്യാരറ്റാണ് വെക്കാറ്. ഇത് പറ്റി. അപ്പോൾ കഴിച്ച് ഇത് 4x5 വെക്കണം. ഓക്കെ, 5 അവിടെ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, 3 ബ്ലോക്ക് വെച്ച് കൂടുതലാണെന്നാണ് എൻ്റെ വിശ്വാസം. കുഴപ്പമില്ല, ഇരിക്കട്ടെ. വൈനോട്ട്. അപ്പം ഇത് ഫുള്ള് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് ഇവിടെ ആയിരിക്കും നമ്മുടെ വില്ലേജസ് ഫുള്ള് വരാൻ പോകുന്നത്. ഇനി വേറൊന്നുമില്ല. അവിടെ ഒരു ബെഡ് വെക്കണം. ബെഡിൻ്റെ 3 ബെഡ്. അപ്പോൾ ഗൈസ്, 3 ബെഡ്, 2 അവിടെ നിൽക്കുന്ന വില്ലേജസിന്, 3ാമത്തത് മറ്റേ ബേബി വില്ലേജറിന്. ഓക്കെ, ബാക്കി ചുറ്റും ഏതെങ്കിലുമൊക്കെ ബെഡ് ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം പൊട്ടിച്ച് മാറ്റിക്കണം. ഇല്ലെങ്കിൽ ആ ബെഡിലും അവർ ലിങ്ക് ആവും. ഇതെന്ത് പൊട്ടാതെ? അപ്പോൾ മാറി ഇതിവിടെ. ഇതെന്തൊക്കെയോ പറ്റി കേട്ടോ, ഭയങ്കര പറ്റി. ഇല്ലെങ്കിൽ മറ്റേ ചുമ്മാ അതുവഴി നടന്നു പോയാൽ തന്നെ ഈ ഫാമിലിൻ്റെയൊക്കെ പോകുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 3 ബെഡ് ഇവിടെ വെച്ച് കൊടുക്കണം. 1 2 മറ്റേ പാർട്ടിക്കിൾസ് കാണിക്കുന്നുണ്ട്. മറ്റേ ലിങ്ക് ആയെന്ന് തോന്നുന്നു. 2. ഓക്കെ, 3ാമത്തെ അവിടെ വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇനിയും ചെയ്യണ്ടേന്ന് പറയുമ്പോൾ, അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പുറത്തോട്ട് വന്നു. ഇപ്പം തന്നെ ബ്രീഡാവോ? ഇത് ബ്രീഡായിക്കഴിഞ്ഞാൽ എന്തായാലും
നമ്മുടെ ഫാം വർക്കിംഗ് ആണെന്ന് മനസ്സിലാക്കാം. ഇല്ല, ഇടയ്ക്ക് ഇങ്ങനെ വിഷയമുണ്ട്. ഇത് മറ്റേ ബ്രീഡാകത്തില്ലായിരുന്നു. ബ്രീഡായി ഈ ബേബി വില്ലേജർ. ഞാൻ പ്രോയാണേ, നമുക്കങ്ങനെ തെറ്റൊന്നും പറ്റാറില്ല, മനസ്സിലായേ. ഈ അപ്പോൾ കഴിച്ച് ഞാൻ അവിടുത്തെ കമ്പോസ്റ്റർ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ ബ്ലോക്ക് ഞാൻ ഇപ്പോൾ മണ്ടയ്ക്കൂടെ കയറാൻ വെച്ചേ. ആ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് ഇവിടെ ആണെന്ന് തോന്നുന്നു കമ്പോസ്റ്റർ വെക്കണ്ട. അല്ല ഇവിടെ അല്ല, അവിടെ ട്രാപ്പ് ഡോറാണ് വെക്കണ്ടേ. ഈ സൈഡിലത്തെ ബ്ലോക്കിലാണ് വെക്കണ്ടേ. ഇവിടുത്തെ അങ്ങ് അടച്ചേക്കാം. എന്നിട്ട് ഇവിടെ വെക്കണം. ഈ ബ്ലോക്കിൽ നമ്മൾ ആ കമ്പോസ്റ്റർ വെക്കണം. ഓക്കെ, സെറ്റ്. ഇനി ഒരെണ്ണം കൂടെ വേണമല്ലോ. ഇത് രണ്ട് പൊടിച്ചേക്കാം. കയറി. ഓക്കെ. അപ്പോൾ ഈ ഒരു കമ്പോസ്റ്റർ പൊട്ടിച്ചെടുത്തേക്കാം. ഓക്കെ. അപ്പം അതിനി ഇവിടെ വെക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ചിട്ട് ഇവിടെ ഈ കമ്പോസ്റ്റർ വെച്ച്. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് ഇനി കയറിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. പൊട്ടി. ഓക്കെ. ഗൈസ് പൊട്ടിച്ചില്ലെങ്കിൽ ഈ ചെറിയ വില്ലേജർ വന്ന് ചിലപ്പോൾ കയറും. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടുത്തെ ഈ രണ്ട് ബ്ലോക്ക് പൊട്ടിച്ചേക്കാം. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ കയറാനും വെച്ചേ. അപ്പോൾ നമുക്കിനി ഈ നടുക്കത്തെ ബ്ലോക്കല്ല, മണ്ടയ്ക്കത്തെ ബ്ലോക്ക് പൊട്ടിക്കണം. മണ്ടയ്ക്കത്തെ പൊടിച്ചിട്ട് നമ്മൾ ഒരു ട്രാപ്പ് ഡോർ വെക്കണം. അപ്പോൾ ഈ വില്ലേജേഴ്സ്, വലിയ വില്ലേജേഴ്സിനൊന്നും ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല. ഈ ചെറിയ വില്ലേജസിന് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പം ഈ ബ്ലോക്കും പൊട്ടിച്ചേക്കാം. താഴോട്ടൊരു 3 ബ്ലോക്കോ 4 ബ്ലോക്കോ എന്താണ് നോക്കട്ടെ. 3 ബ്ലോക്ക് പൊട്ടിക്കാം നമുക്ക്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് താഴോട്ടേക്കാം. ഓക്കെ, 2 ബ്ലോക്ക് മതിയായിരിക്കും. നമുക്ക് അപ്പുറ സൈഡിൽ കൂടെ കുഴിച്ചിട്ട് വരും. അപ്പോൾ അങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി കൊണ്ട് പരിപാടി ഫുൾ ഓട്ടോമാറ്റിക്കാണ്, മനസ്സിലായി. എന്നിട്ട് ഇനി ഇവിടെ നമുക്ക് താഴോട്ട് ഒരു 3 ബ്ലോക്ക് 4 ബ്ലോക്ക് കുഴിക്കണം. 1 2 3 മതിയാ 4 ഇരിക്കട്ടെ. ഇനി വേണമെങ്കിൽ ഇത് ചെറുതാക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ മുമ്പ് ആ ട്രാപ്പ് ഡോർ വെച്ചില്ല. ആ ട്രാപ്പ് ഡോറിൻ്റെ മണ്ടയ്ക്ക് കണ്ട ഇത് വന്നണ്ട. ഇത് ഇത്രയുള്ള പരിപാടി. പിന്നെയും വെള്ളം വേണം. അയ്യോ, ഞാൻ ബക്കറ്റ് എടുത്തില്ല. അതും മറന്നു. ഞാൻ പോയി ഒരു ബക്കറ്റ് വെള്ളം എടുക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളിയിൽ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഈ 2 ബ്ലോക്ക് മാറ്റുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഞാൻ ഡിസ്പെൻസർ കൊണ്ടുവന്നില്ലേ, അത് ഇവിടെ വെക്കണം. അപ്പോൾ നമ്മുടെ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് വില്ലേജറിനെ കിട്ടും അകത്തിരിക്കുന്നത്. നമുക്ക് വലിയ പണിയില്ല. നമുക്ക് ഇവരെ പിടിക്കാൻ നടക്കേണ്ട കാര്യം, ബോട്ട് വെച്ച് പിടിക്കാൻ നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇവിടെ റെഡ് ടോർച്ച് വേണം. അപ്പോൾ ഗൈസ് നമുക്ക് ഡിസ്പെൻസർ എടുത്ത് ഇങ്ങോട്ട് ഫേസ് ചെയ്യിക്കുന്നതിൽ വെക്കണം. ഓക്കെ, അപ്പം നമുക്കിനി ഇവിടെ റെഡ് ടോർച്ച്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് 2 ബ്ലോക്ക് താഴോട്ട്, 1 ബ്ലോക്ക് കൂടെ ഇവിടെ അല്ല 1 ബ്ലോക്ക് കൂടെ വേണം. എടുക്കുക. അപ്പോൾ ഗൈസ് ഇവിടെ ഇരിക്കുന്ന ബ്ലോക്ക് ഒഴിച്ച് 1 ബ്ലോക്ക് കൂടെ. എന്നിട്ട് ഇവിടെ നമുക്ക് ഈ റെഡ് ടോർച്ച് വെക്കണം. ഓക്കെ, എന്നിട്ട് മണ്ടയ്ക്ക് ഒരു ബ്ലോക്ക് അത് വെച്ച്. ഇനി ഈ റെയിൽ ഇവിടെ വെച്ചാണ്, പവർ റെയിൽ മറക്കല്ലേ. പവർ റെയിൽ വെക്കണം, നോർമൽ റെയിൽ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ വില്ലേജസ് സഫോക്കേറ്റ് ആയി മരിക്കേണ്ടതാണ്. അവിടെ അല്ല, ഒരു ബ്ലോക്ക് കൂടെ വെക്കണം തോന്നുന്നു. ഒരു സെക്കൻഡേ. ഓക്കെ, പിന്നെ നമുക്കൊരു ബട്ടറും കൂടെ വേണമല്ലോ. ഇതുണ്ട്, പ്ലാങ്ക് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ബട്ടൺ എടുത്ത് നമ്മൾ ഡിസ്പെൻസർ ഇരിക്കുന്നതിൻ്റെ അവിടെ വെക്കണം. അപ്പോൾ ഗൈസ് ഇവിടുത്തെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി അകത്ത് അവിടെ കുറച്ചുകൂടെ ഉണ്ട് പരിപാടി ഞാൻ കാണിച്ചത്. അതിനാണ് നമ്മൾ ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി ഗൈസ് ഞാൻ ഇത് ഫുള്ളൊന്ന് ക്ലിയർ ചെയ്യട്ടെ. ഇത് 3 ബ്ലോക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇത് ഫുള്ളൊന്ന് ക്ലിയർ ചെയ്തിട്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട്. 3 ബ്ലോക്കിൻ്റെ ആവശ്യമില്ല, 2 ബ്ലോക്ക് ഹൈറ്റ് മതി നമുക്ക്. അപ്പം ഇനി നമുക്ക് അവിടെ വെള്ളം ഒഴിക്കണം. ഈ വില്ലേജർ എങ്ങനെ ഇവിടെ വന്നേ? അവിടെ ഞാൻ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഗൈസ് ഇവിടെ നമുക്കൊരു ട്രാപ്പ് ഡോർ വെക്കണം. അവിടെ വെച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് അത് തുറന്നു കൊടുത്തേക്ക്. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ട്രാപ്പ് ഡോർ വെക്കുന്നതെന്ന് പറയുമ്പം ഈ വില്ലേജസ് മണ്ടന്മാർ ഇതൊരു സോളിഡ് ബ്ലോക്കായിട്ടാണ് കാണുന്നത്, മനസ്സിലായോ? അപ്പോൾ അമ്മമാർ അതിൻ്റെ മണ്ടയിൽ കൂടെ നടക്കാൻ നോക്കും. ഈ ബേബി വില്ലേജറിന് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അവനെ കുഴിക്കാത്തിടും. സിമ്പിൾ, ഇത്രയുള്ള പരിപാടി. കണ്ടേ, ഇങ്ങനെ വരും. ഇവിടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഗൈസ് നമുക്ക് വേറെ ഇതെടുക്കണം. ഒരു ബക്കറ്റ് വെള്ളം ഓക്കെ എടുത്തിട്ട് നമുക്ക് സെൻട്രൽ ഒഴിച്ചു കൊടുക്കണം. ടോട്ടൽ നമുക്ക് 3 ബക്കറ്റ് വെള്ളം വേണം. അപ്പം ഇവിടെ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ താഴെ ആ ബ്ലോക്കിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ബേബി വില്ലേജർ താഴെ വരുന്നവരെല്ലാം അപ്പർ സൈഡിലോട്ട് പോകും.
അപ്പം ഈ കയറാൻ വേണ്ടിയിട്ടൊക്കെ ഓക്കെ. ഇത് സത്യം പറഞ്ഞാൽ വലിയ പണിയുള്ള പരിപാടിയൊന്നും അല്ല, എന്നാലും കുറച്ച് പണിയാണ്. എനിക്ക് കുറച്ച് സൈൻ ബോർഡ് വേണം. ഇപ്പോൾ കഴിച്ച് ഇത് 3 ബ്ലോക്ക് തന്നെയാണ്. ഇപ്പോൾ സെറ്റ്. അപ്പോൾ കഴിച്ച് നമുക്ക് ഈ 1 2 3 കറക്റ്റാണ് അല്ലേ? കറക്റ്റ് 3 ബ്ലോക്ക് താഴ്ചയാണ് കേട്ടോ. എല്ലാവരും ഇടും 3 ബ്ലോക്കാണ്, 4 ബ്ലോക്ക് അല്ലായിരുന്നു. കഴിച്ച് ഇവിടെ സൈൻ ബോർഡ് വെക്കുക. ഒരു മണ്ടയ്ക്കത്തെ ബ്ലോക്കിൽ 1 ബക്കറ്റ് വെള്ളം ഒഴിക്കുക ഇവിടെ. കറക്റ്റ്. അപ്പോൾ അവിടെ ഈ ഒരു ബേബി വില്ലേജിൽ നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പം ഇവന്മാരത് വലുതാകുമ്പം തന്നെ വെള്ളം കയറി വരും. ഇവിടേക്ക് ഇട്ട് അമ്മമാർ വലുതാകുമ്പം സൈൻ ബോർഡിൽ എന്തെങ്കിലും എഴുതി വെക്കല്ലേ. ഇവന്മാരുടെ പേര് തന്നെ എഴുതി വെച്ചേക്കാം. ഓക്കെ. ഇവന്മാർ വലുതാകുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് കൂടെ കയറി വന്നു ഇവിടേക്കും ഇത് പൊട്ടിച്ചേക്കാം. കയറി ഓടാ. അവൻ തെറിച്ച് പോയാ? ഇല്ല സേഫ്. ഇതിനകത്ത് 1 ബക്കറ്റ് വെള്ളം കൂടെ വന്നില്ല. ഒന്നുകൂടെ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഞാൻ മണ്ടക്കത്തെ ബ്ലോക്കിനകത്ത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ വെള്ളം ഫുൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ വില്ലേജസ് എല്ലാം ആ ഒരു കോർണറിലോട്ട് പോയി നിൽക്കും. ഓക്കെ. ഇനി ഇവിടെ ഫുള്ള് ടിൽറ്റ് ചെയ്ത് കൊടുക്കണമല്ല. ക്രാഫ്റ്റിൻ്റെ ഇവിടെ ഉണ്ടാക്കാനുള്ളത് ഉണ്ട്. അപ്പോൾ ഒരു ഹോയും കൂടെ ക്രാഫ്റ്റ് ചെയ്ത് നമുക്ക് അവിടെ ഫുള്ളൊന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അവന്മാർക്കത് ചെയ്യാൻ പറ്റുമല്ല, ഫാം ചെയ്യാൻ പറ്റുമല്ല ഫുള്ള്. അത് കുഴപ്പമില്ല, പിന്നെ ഇരിക്കട്ട്. എൻ്റെ ഹോയിൻ്റെ സോറി. ഓക്കെ. ഇപ്പം നമുക്ക് അവിടെ ഫുള്ളൊന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഫാം ലാൻഡ് കുഴപ്പമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഫുള്ള് ടിൽറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേസ് ഞാൻ അവിടെ ഫുള്ള് ടിൽറ്റ് ചെയ്ത് മറ്റേ ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് ഞാൻ ഡേർട്ട് ബ്ലോക്ക് ആക്കി. ഫാം ലാൻഡ് ആയിരുന്നു, ഡേർട്ട് ബ്ലോക്ക് ആക്കി. ഓക്കെ സെറ്റ്. അപ്പം നമുക്ക് ആ വെള്ളം അവിടെ ഒഴിച്ചു കൊടുത്തേക്കാം. അപ്പോൾ കേസ് ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ബ്രീഡറിൻ്റെ സൈഡിൽ ഇങ്ങനെ ബ്ലോക്ക് എല്ലാം ഉണ്ടെങ്കിൽ അതിൽ പിടിച്ചളയാം, ഇല്ലേ സോംബീസ് അകത്തോട്ട് കയറും. പിന്നെ അകത്ത് ടോർച്ച് വെക്കാനും മറക്കല്ല്. ടോർച്ച് വെച്ചില്ലെങ്കിൽ അവിടെ സോംബീസ് സ്പോണാവും. അപ്പോൾ കേസ് ഞാൻ 2 മൈൻ കാർഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഡിസ്പെൻസറിനകത്തോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഈ ബട്ടൺ ഞെക്കുമ്പം വന്നില്ലേ. അപ്പോൾ കഴിച്ച് ഞാൻ ഇതെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് ഈ ഡിസ്പെൻസർ 1 ബ്ലോക്ക് കൂടെ അങ്ങോട്ട് വെക്കണം. അപ്പോൾ ഈ ചെയ്ത് മുഴുവൻ തെറ്റായിരുന്നു. ടോർച്ച് ഓക്കെ. അപ്പോൾ കഴിച്ച് ഈ ഡിസ്പെൻസറും കൂടെ പൊട്ടിച്ചെടുത്തേക്കാം. അത് അവിടെ അല്ല ഇരിക്കണ്ടേ, 1 ബ്ലോക്ക് കൂടെ ഫ്രണ്ടിലോട്ടിരിക്കണമായിരുന്നു, ബാക്കിലോട്ടിരിക്കണമായിരുന്നു. അപ്പോൾ കഴിച്ച് ഈ ഒരു ബ്ലോക്ക് 2 ബ്ലോക്ക് താഴോട്ട് ഒഴിയണം. എന്നിട്ട് അവിടെ റെഡ് സ്റ്റോൺ ടോർച്ച് വെക്കണം. ഈ ടോർച്ച് എടുത്ത് അവിടെ വെക്കണം. അപ്പോൾ കഴിച്ച് ഇതിൻ്റെ മണ്ടയ്ക്കത്തെ ബ്ലോക്ക് അതങ്ങ് ക്ലോസ് ചെയ്തേക്കണം. എന്നിട്ട് ആ ഡിസ്പെൻസർ അവിടെ വെക്കണം. അപ്പോൾ ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ. അത് 1 ബ്ലോക്ക് ബാക്കിലോട്ടായിരുന്നു, മുമ്പ് വെച്ചത് തെറ്റായിരുന്നു. ഓക്കെ. ഇനി ആ ഡിസ്പെൻസർ എടുത്ത് ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്നവരെ വെക്കണം. ഓക്കെ സെറ്റ്. ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതാണ് കറക്റ്റ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇങ്ങനെ തന്നെ. ഇപ്പോൾ ഇനി ആ പവർ റീലെടുത്ത് നമുക്ക് വെച്ച് കൊടുക്കണം. ഒന്നവിടെ, ഒന്ന് മണ്ടയ്ക്ക്. ഓക്കെ സെറ്റ്. ഇനി നമ്മൾ ആ സ്വിച്ച് കൂടെ എടുത്ത് ആ ബട്ടൺ എടുത്ത് ഇപ്പുറത്തോട്ട് വെക്കണം. സെറ്റ്. അപ്പോൾ നമ്മളിനി ആ മൈൻ കാർട്ട് അതിനകത്തോട് വെച്ച് കൊടുക്കാൻ ഇതിൻ്റെ വെക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ മൈൻ കാർട്ട് നമുക്ക് അതിനകത്തോട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടുത്തെ ആ ബട്ടൺ ഞെക്കുമ്പം ഈ വില്ലേജസ് അതിനകത്ത് വരേണ്ടതാണ് മൈൻ കാർട്ടിനകത്ത്. ഓക്കെ സെറ്റ്. എല്ലാം വർക്കിംഗ് ആണ്. ഞാൻ തന്നെ പ്രോപ്പർ ഇവനെ കൊന്നേക്കാം കുഴപ്പമില്ല, പുതിയ കിട്ടും. ഓക്കെ. അപ്പോൾ ഇത് വർക്കിംഗ് ആയി. അയ്യോ, ഇനി കുറേ നേരം AFK എന്ന് എല്ലാം സെറ്റ് ചെയ്യാം. അത് പാർട്ടിക്കിൾസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പുതിയതുണ്ടാകുമായിരിക്കും. അപ്പോൾ ഗൈസ് അങ്ങനെ പുതിയതൊന്ന് വന്നെന്നാണ് എൻ്റെ വിശ്വാസം. ചെറിയ വില്ലേജർ വന്നു സെറ്റ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇടയ്ക്ക് ലൈവൊക്കെ വരും. അപ്പോൾ ഇടയ്ക്ക് ലൈവിലൊക്കെ എല്ലാവരും വരാൻ നോക്കുക. ഓക്കെ. അപ്പോൾ ബൈ.